നമസ്കാരം, ഞാൻ റജിന ഇസ്മായിൽ. അൽ ഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റർ അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ആശങ്കയറിയിച്ച് ബഹ്റൈൻ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സൈനിക സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ആശങ്കയറിയിച്ച് ബഹ്റൈൻ. സംഘർഷം നിരവധി പേർക്ക് ജീവനും സ്വത്തും നഷ്ടപ്പെടുത്തിയതായി ബഹ്റൈൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ഇരുവിഭാഗവും ശാന്തതയും സംയമനവും പാലിക്കണം, കൂടുതൽ സംഘർഷം ഒഴിവാക്കണം, പ്രതിസന്ധി പരിഹരിക്കുന്നതിൽ ചർച്ചകളുടെ പ്രാധാന്യവും മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. രണ്ട് ആണവ ശക്തികളായ ഇന്ത്യയും പാകിസ്ഥാനും 2 പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും ഗുരുതരമായ സൈനിക ആക്രമണത്തിനാണ് കഴിഞ്ഞ ദിവസം സാക്ഷിയായത്. ആക്രമണത്തിൽ 26 പാകിസ്ഥാനികളും 12 ഇന്ത്യക്കാരും കൊല്ലപ്പെട്ടിരുന്നു. ഏപ്രിൽ 22-ന് കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ 26 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഇതാണ് സംഘർഷത്തിന് കാരണമായത്. പാകിസ്ഥാൻ അനുകൂല ഭീകരവാദികളാണ് ആക്രമണം നടത്തിയതെന്നാണ് ഇന്ത്യയുടെ ആരോപണം. പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി ലോകത്തിലെ വിവിധ രാജ്യങ്ങൾ മധ്യസ്ഥത വഹിക്കാമെന്ന ആഹ്വാനവും സംയമനം പാലിക്കണമെന്ന നിർദ്ദേശവും നൽകിയിരുന്നു. ICC വനിതാ T20 ലോകകപ്പിൽ ഏഷ്യ യോഗ്യതാ മത്സരങ്ങൾക്കൊരുങ്ങി ബഹ്റൈൻ വനിതാ ക്രിക്കറ്റ് ടീം. ഈ മാസം 21 വരെ ആതിഥേയ രാജ്യമായ തായ്ലൻഡിലെ ബാങ്കോക്കിൽ നടക്കുന്ന ICC വനിതാ T20 ലോകകപ്പ് ഏഷ്യ ക്വാളിഫയറിൽ ആണ് ബഹ്റൈൻ വനിതാ ക്രിക്കറ്റ് ടീം മത്സരിക്കുന്നത്. ഭൂട്ടാൻ, നേപ്പാൾ, കുവൈറ്റ്, ഖത്തർ, UAE, ഹോങ്കോങ്, മലേഷ്യ, തായ്ലൻഡ് എന്നിങ്ങനെ ടൂർണമെന്റിൽ 8 രാജ്യങ്ങൾക്കാണ് പങ്കെടുക്കുന്നത്. ലോകകപ്പിൽ മത്സരിക്കുന്ന ഏഷ്യൻ ടീമുകളിൽ ഒന്നായി യോഗ്യത ലഭിക്കുകയാണെങ്കിൽ ബഹ്റൈൻ ടീം ഏഷ്യയിലെ ഏറ്റവും ശക്തമായി വളർന്നുവരുന്ന ക്രിക്കറ്റ് രാജ്യമായി മാറും. ഇന്ന് തേർത്തായ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ആദ്യ മത്സരത്തിൽ നേപ്പാളിനെയാണ് ബഹ്റൈൻ നേരിടുന്നത്. നേപ്പാളും ഹോങ്കോങ്ങും ഉൾപ്പെട്ട ഗ്രൂപ്പ് സിയിലാണ് ബഹ്റൈൻ. ഗ്രൂപ്പ് മത്സരങ്ങളിൽ ഓരോ ടീമും പരസ്പരം 2 മത്സരങ്ങൾ കളിച്ചാണ് ഫൈനൽ റൗണ്ടുകളിലേക്ക് പ്രവേശിക്കുക. 1-ാം സ്ഥാനക്കാരാകും ഫൈനൽ റൗണ്ടിലെത്തുക. ഇന്ത്യയും അഫ്ഗാനും പാകിസ്ഥാനും ബംഗ്ലാദേശും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ ടീമുകൾ നേരത്തെ തന്നെ ലോകകപ്പ് യോഗ്യത നേടിയവരാണ്. ലിയോ 14 മാർപ്പാപ്പയ്ക്ക് ആശംസകൾ നേർന്ന് ബഹ്റൈൻ ഭരണാധികാരികൾ. ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രൊവോസ്റ്റ് ലിയോ 14 മാർപ്പാപ്പയ്ക്ക് ബഹ്റൈൻ രാജാവ് ഹിസ് മജസ്റ്റി ഹമദ് ബിൻ ഈസ അൽ ഖലീഫ, കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ ഹിസ് റോയൽ ഹൈനസ് പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ എന്നിവർ അഭിനന്ദനങ്ങൾ അറിയിച്ചു. മാർപ്പാപ്പയുടെ കർത്തവ്യങ്ങളിൽ വിജയം ആശംസിക്കുകയും മതേതരത്വവും സാംസ്കാരിക സംവാദവും പ്രോത്സാഹിപ്പിക്കുന്നതിലും സാഹോദര്യവും സഹവർത്തിത്വവും വളർത്തുന്നതിലും വത്തിക്കാന്റെ പങ്കിനെ ഹമദ് രാജാവ് പ്രശംസിച്ചു ചെയ്തു. സ്നേഹം, ഐക്യം, സമാധാനം, ആഗോള സ്ഥിരത എന്നിവയെ പിന്തുണച്ച് വത്തിക്കാനുമായുള്ള ചരിത്രപരമായ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള ബഹ്റൈന്റെ താൽപര്യവും അദ്ദേഹം വ്യക്തമാക്കി. പാപ്പാസ് സ്വപ്ന ഭവനം കല്ലിടൽ കർമ്മം നടന്നു. കോന്നിയിൽ പുതിയ ഭവനത്തിന് തുടക്കം. പത്തനംതിട്ട ജില്ലാ പ്രവാസി അസോസിയേഷൻ ബഹ്റൈൻ ആദ്യഘട്ടത്തിലേക്ക് മുന്നേറി. പത്തനംതിട്ട ജില്ലാ പ്രവാസി അസോസിയേഷൻ ബഹ്റൈൻ മുൻനിർത്തുന്ന വലിയ സാമൂഹ്യ പ്രവർത്തനമായ പപ്പാസ് സ്വപ്ന ഭവനത്തിന് ഔദ്യോഗിക തുടക്കമായ കല്ലിടൽ കർമ്മം നടന്നു. പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിലാണ് ഈ വീടിന്റെ നിർമ്മാണം ആരംഭിച്ചത്. അസോസിയേഷനെ പ്രതിനിധീകരിച്ച് രക്ഷാധികാരി സക്രിയ സാമുവൽ, കേരള കോർഡിനേറ്ററും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമായ ഷീലു റേച്ചൽ എന്നിവർ കർമ്മത്തിൽ പങ്കെടുത്തു. പ്രവാസി സഹോദരിയുടെ ഭവന സഫലീകരണത്തിനായി സഹകരിക്കുന്ന എല്ലാവരോടും അസോസിയേഷൻ നന്ദി രേഖപ്പെടുത്തി. എത്രയും പെട്ടെന്ന് വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കി താക്കോൽ കൈമാറാനുള്ള നടപടികൾക്ക് സംഘടന മുന്നേറുകയാണെന്നും ഭാരവാഹികൾ അറിയിച്ചു. കുടുംബ സൗഹൃദ വേദിക്ക് പുതിയ നേതൃത്വം. 28 വർഷക്കാലമായി ബഹ്റൈനിലെ ജീവകാരുണ്യ കലാ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായ കുടുംബ സൗഹൃദ വേദിയുടെ 2025-27 കാലയളവിലേക്കുള്ള ഭാരവാഹികളായി പ്രസിഡന്റ് മോനി ഓടിക്കണ്ടത്തിൽ, ജനറൽ സെക്രട്ടറി ബോബി പുളിമുട്ടിൽ, ട്രഷറർ മണിക്കുട്ടൻ, രക്ഷാധികാരി അജിത് കണ്ണൂർ, വൈസ് പ്രസിഡന്റ് നൌഷാദ് മഞ്ഞപ്പാറ, ജോയിന്റ് സെക്രട്ടറി ജയേഷ് താനിക്കൽ, ജോയിന്റ് ട്രഷറർ സജി ജേക്കബ്, മീഡിയ ആൻഡ് എന്റർടൈൻമെന്റ് സെക്രട്ടറി അൻവർ നിലമ്പൂർ, ചാരിറ്റി കൺവീനർ സയ്യിദ് ഹനീഫ്, മെമ്പർഷിപ്പ് സെക്രട്ടറി അജിത് ഷാൻ, മെഡിക്കൽ കോർഡിനേറ്റർ ബിജോ തോമസ്, സ്പോർട്സ് വിംഗ് സെക്രട്ടറി അനി മോഹൻ വാണിയലിൽ, ജോബ് സെയിൽസ് കൺവീനർ ബിനു കോന്നി, സാഹിത്യ വിഭാഗം സെക്രട്ടറി മനോജ് പീലിക്കോട്ട്, ജനറൽ കോർഡിനേറ്റർ ഷാജി പുതുക്കുടി, ഓഡിറ്റർമാർ അബ്ദുൾ മൻഷീർ, ദീപു MK, അഡ്വൈസറി ബോർഡ് മെമ്പർമാർ ഗോപാലൻ VC, സലാം മമ്പാട്ടുമൂല, സിബി കൈതാരത്ത്, എക്സിക്യൂട്ടീവ് മെമ്പർമാർ ജയേഷ് കുറുപ്പ്, ദിനേശ് ചോമ്പാല, ഷമീർ സലീം എന്നിവരെ തിരഞ്ഞെടുത്തു.
BMK ഈദ് വിഷു സംഗമം. ദുർഗ വിശ്വനാഥിന്റെ സംഗീത വിരുന്നിന് ആസ്വാദകർ ഒഴുകിയെത്തി. ബഹ്റൈൻ മലയാളി കുടുംബം ഓറ ആർട്സിന്റെ ബാനറിൽ നില 2025 എന്ന പേരിൽ സംഘടിപ്പിച്ച സംഗീത നിശ ആസ്വാദകർക്ക് കലാവിരുന്നായി മാറി. ഇന്ത്യൻ ക്ലബിൽ ഈദ് വിഷു ആഘോഷത്തിന്റെ ഭാഗമായി മനോജ് മൈനൂരിന്റെ സംവിധാനത്തിൽ അരങ്ങേറിയ കലാപരിപാടികൾ പ്രശസ്ത പിന്നണി ഗായിക ദുർഗ വിശ്വനാഥ് അവതരിപ്പിച്ച സംഗീത സന്ധ്യയാണ് ഏറ്റവും ആകർഷകമായത്. ബഹ്റൈനിലെ പ്രമുഖ കലാകാരന്മാരുടെ പരിപാടികളും സഹൃദയ പയ്യന്നൂർ നാടൻപാട്ട് കലാസംഘം അവതരിപ്പിച്ച നാടൻ പാട്ടുകളും ഉണ്ടായിരുന്നു. ജനറൽ സെക്രട്ടറി രാജേഷ് രാഘവ് ഉണ്ണിത്താൻ സ്വാഗതം പറഞ്ഞ സാംസ്കാരിക സമ്മേളനത്തിൽ BMK പ്രസിഡന്റ് ധന്യ സുരേഷ് അധ്യക്ഷത വഹിച്ചു. സമ്മേളനം ദുർഗ വിശ്വനാഥ് ഉദ്ഘാടനം ചെയ്തു. BMK മുഖ്യ രക്ഷാധികാരി ബിനോയ് മൂത്താട്ട്, ഉപദേശക സമിതി അംഗം അബ്ദുൾ റഹ്മാൻ പട്ല, സാമൂഹ്യ പ്രവർത്തകൻ സലാം അമ്പട്ടുമൂല, എന്റർടൈൻമെന്റ് സെക്രട്ടറി MSP നായർ ആനയടി എന്നിവർ ആശംസകൾ അറിയിച്ചു. ട്രഷറർ ലിതുൻ കുമാർ നന്ദി പറഞ്ഞു. ബഹ്റൈൻ ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി BMK സംഘടിപ്പിച്ച ഓൺലൈൻ ക്വിസ് മത്സര വിജയികൾക്ക് മുഖ്യാതിഥി ദുർഗ വിശ്വനാഥ് സ്നേഹോപഹാരങ്ങൾ നൽകി. സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരായ ബഹ്റൈൻ മീഡിയ സിറ്റി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത്ത്, രാജു കല്ലുംപുറം, EV രാജീവൻ, ചെമ്പൻ ജലാൽ, നാസർ മഞ്ചേരി, റാംഷാദ് ഐലക്കാട്, രാജഗോപാലൻ, ബാബു കുഞ്ഞിരാമൻ, മുരളീധരൻ പള്ളിയേത്ത്, കാത്തു സച്ചിൻ ദേവ്, അജി പി ജോയ്, മണിക്കുട്ടൻ, ലത്തീഫ് കോളിക്കൽ, അജിത് കണ്ണൂർ, CBK തോമസ്, മനോജ് വർക്കല എന്നിവർ പങ്കെടുത്തു. സാമൂഹ്യ സേവന രംഗത്തെ ദീർഘകാല സേവനങ്ങൾക്ക് ആദരമായി സലാം അമ്പട്ടുമൂല 2025 ആദ്യ BMK പീസ് മെസഞ്ചർ അവാർഡിന് തിരഞ്ഞെടുത്തു. ഭാവിയിൽ ബഹ്റൈനിലെ സാമൂഹ്യ പ്രവർത്തകരെ ആദരിച്ച് ഈ പുരസ്കാരം തുടരുമെന്ന് BMK ഭാരവാഹികൾ അറിയിച്ചു. ബഹ്റൈനിൽ 35 വർഷത്തിലേറെയായി സമർപ്പണത്തോടെ തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന BMK ഉപദേശക സമിതി അംഗം അബ്ദുൾ റഹ്മാൻ പട്ലയ്ക്ക് BMK ലൈഫ് ടൈം ലെഗസി അവാർഡ് നൽകി ആദരിച്ചു. പരിപാടിയുടെ വിജയകരമായ നടത്തിപ്പിന് സുബിൻ ദാസ്, മുഹമ്മദ് മുനീർ, ഇക്ബാൽ K പരീത്, നിഖിൽ രാജ്, പ്രദീപ് KP എന്നിവർ നേതൃത്വം നൽകി. ബാബു MK, ആരതി വിശ്വനാഥ്, വിമൽ മുരുകേശൻ, മുജീബ് വെളിയങ്കോട്, ഷംഷാദ്, അബ്ദുൾ റഹ്മാൻ, സുഹ്ര മുഹമ്മദ്, ഹാഷിം TP എന്നിവരും പ്രവർത്തനങ്ങൾക്ക് കരുത്തേകി. BMK നില 2025 പ്രോഗ്രാം കൺവീനർ ആനന്ദ് വേണുഗോപാൽ നായർ പരിപാടിയുടെ അവതാരകനായി. BMC ന്യൂസ് ലൈവിൽ ഇനിയൊരു ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. BMC ന്യൂസ് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. എയ്ന ബഹ്റൈൻ നഴ്സസ് ഡേ ആഘോഷിച്ചു. ബഹ്റൈനിലെ സൽമാനിയ എമർജൻസി വിഭാഗം നഴ്സുമാരുടെ സഹൃദയ കൂട്ടായ്മയായ എയ്ന നഴ്സസ് ഡേ ആഘോഷിച്ചു. മെയ് 6 ചൊവ്വാഴ്ച വൈകിട്ട് സൽമാനിയ ഇന്ത്യൻ ഡിലൈറ്റ് റെസ്റ്റോറന്റിൽ വെച്ച് നടന്ന ആഘോഷത്തിൽ വിവിധ ഇനം കലാപരിപാടികളും തുടർന്ന് ബഹ്റൈൻ പ്രവാസ ജീവിതം കഴിഞ്ഞു പോകുന്ന നഴ്സുമാർക്ക് മെമന്റോയും നൽകി ആദരിച്ചു. മെയ് ദിനത്തിൽ അതിജീവനത്തിന്റെ കൈത്താങ്ങുമായി പാൻ ബഹ്റൈൻ.
ബഹ്റൈനിലെ പ്രമുഖ സാമൂഹിക ജീവകാരുണ്യ സംഘടനയായ പ്രവാസി അസോസിയേഷൻ ഓഫ് അങ്കമാലി നെടുമ്പാശ്ശേരി ബഹ്റൈൻ ആഭിമുഖ്യത്തിൽ റിഫാർ ലേബർ ക്യാമ്പിൽ വെച്ച് മെയ് ദിനം ആഘോഷിച്ചു. 50 തൊഴിലാളികൾക്കാണ് ഭക്ഷണ കിറ്റുകൾ പ്രസിഡന്റ് പോളി പറമ്പിലിന്റെ നേതൃത്വത്തിൽ വിതരണം ചെയ്തത്. തീർച്ചയായിട്ടും ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ഏതൊരു സംഘടനയും മഹത്വപൂർണ്ണമാക്കുന്നത്. പാവപ്പെട്ട തൊഴിലാളികൾ താമസിക്കുന്ന ഒരു ലേബർ ക്യാമ്പ് തിരഞ്ഞെടുത്ത് അവിടെയുള്ള ആളുകൾക്ക് ഒരു നേരത്തെ ഭക്ഷണവും ഒരു കുറച്ചു നാളത്തേക്ക് അവർക്ക് ജീവിക്കാൻ സാധ്യമായിരുന്ന രീതിയിലുള്ള ഒരു ഭക്ഷണ ധാന്യ കിറ്റും നമ്മൾ ഇന്നും ഈ മെയ് ദിനത്തിലും നമ്മൾ അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ്. കോർ ഗ്രൂപ്പ് ചെയർമാൻ ഫ്രാൻസിസ് കൈതാരത്ത്, സെക്രട്ടറി ഡേവിസ് മാഞ്ഞുളി എന്നിവർക്കൊപ്പം പാൻ ഭരണസമിതി അംഗങ്ങളും സന്നിധരായിരുന്നു. ISB at 75 ഓപ്പൺ ബാഡ്മിന്റൺ ഫൈനൽ ശനിയാഴ്ച. ഇന്ത്യൻ സ്കൂൾ ബഹ്റൈന്റെ ഒരു വർഷം നീണ്ടുനിന്ന പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായ ISB at 75 ജൂനിയർ ആൻഡ് സീനിയർ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റ് ശനിയാഴ്ച വൈകിട്ട് സമാപിക്കും. ശനിയാഴ്ച രാത്രി 8 മണിക്ക് ജഷൻമാൻ ഓഡിറ്റോറിയത്തിൽ ആണ് സമാപന ചടങ്ങ് നടക്കുക. വെള്ളിയാഴ്ചയോടെ 300 മത്സരങ്ങൾ പൂർത്തിയായതിനാൽ ഫൈനൽ റൗണ്ടുകളിൽ ആവേശകരമായ മത്സരം നടക്കും. ബഹ്റൈൻ, സൗദി അറേബ്യ, കുവൈറ്റ് എന്നിവിടങ്ങളിൽ നിന്നുള്ള 350 കളിക്കാർ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നു. പ്രമുഖ ബിസിനസ് സ്ഥാപനമായ നാഷണൽ ട്രേഡിംഗ് ഹൗസ് ആണ് ടൂർണമെന്റ് സ്പോൺസർ ചെയ്യുന്നത്. ബഹ്റൈൻ ബാഡ്മിന്റൺ ആൻഡ് സ്ക്വാഷ് ഫെഡറേഷൻ അനുമതിയോടെ സംഘടിപ്പിക്കുന്ന ഈ ടൂർണമെന്റിൽ അണ്ടർ 9 മുതൽ അണ്ടർ 19 വരെയുള്ള പ്രായപരിധിയുള്ള ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും സിംഗിൾസ്, ഡബിൾസ്, പുരുഷ ഡബിൾസ്, വനിതാ ഡബിൾസ്, മിക്സ്ഡ് ഡബിൾസ് എന്നീ വിഭാഗങ്ങൾ ഉൾപ്പെടുന്നു. ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷൻ നിയമങ്ങൾക്കനുസൃതമായി എല്ലാ മത്സരങ്ങളും നോക്കൌട്ട് ഫോർമാറ്റിലാണ് നടത്തുന്നത്. സർട്ടിഫൈഡ് അമ്പയർമാരാണ് ഇവ നിയന്ത്രിക്കുന്നത്. ഇന്ത്യൻ സ്കൂൾ വൈസ് ചെയർമാനും സ്പോർട്സ് അംഗവുമായ ഡോക്ടർ മുഹമ്മദ് ഫൈസൽ, ടൂർണമെന്റ് ഡയറക്ടർ ബിനു പാപ്പച്ചൻ, ടൂർണമെന്റ് റഫറി ഷനിൽ അബ്ദുൾ റഹീം, ജനറൽ കൺവീനർ ആദിൽ അഹമ്മദ്, കോർഡിനേറ്റർ ബിനോജ് മാത്യു, മുൻ ഇസി അംഗം സ്പോർട്സ് രാജേഷ് MN എന്നിവർ നേതൃത്വം നൽകുന്നു. ഓരോ വിഭാഗത്തിലെയും വിജയികൾക്ക് ക്യാഷ് പ്രൈസുകളും ട്രോഫികളും ലഭിക്കും. പങ്കെടുക്കുന്നവർക്കും അവരുടെ പരിശ്രമങ്ങളെയും പങ്കാളിത്തത്തെയും അംഗീകരിക്കുന്നതിന് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റുകൾ നൽകും. സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസ്, സെക്രട്ടറി വി രാജപണ്ഡിറ്റ്, ഭരണസമിതി അംഗങ്ങൾ പ്രിൻസിപ്പൽ VR പളനിസ്വാമി, പ്ലാറ്റിനം ജൂബിലി ജനറൽ കൺവീനർ പ്രിൻസ് S നടരാജൻ എന്നിവർ എല്ലാ കായിക പ്രേമികളെയും ഫൈനൽ മത്സരത്തിന് സാക്ഷ്യം വഹിക്കാൻ സ്നേഹപൂർവ്വം ക്ഷണിച്ചു. RSC ഗ്ലോബൽ സമ്മിറ്റിന് തുടക്കം. റിസാല സ്റ്റഡി സർക്കിൾ ഗ്ലോബൽ സമ്മിറ്റിന് ബഹ്റൈനിൽ തുടക്കമായി. ഗ്ലോബൽ ചെയർമാൻ സക്കരിയ ഷാമിൽ ഇർഫാനിയുടെ അധ്യക്ഷതയിൽ കേരള മുസ്ലിം ജമാഅത്ത് സെക്രട്ടറി മജീദ് കക്കാട് ഉദ്ഘാടനം ചെയ്തു. ICF ഇന്റർനാഷണൽ ജനറൽ സെക്രട്ടറി നിസാർ സഖാഫി പ്രഭാഷണം നടത്തി. സൈനുദ്ദീൻ സഖാഫി, അബൂബക്കർ ലത്തീഫി, കരീം ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. 22 നാഷണലുകളിൽ നിന്നുള്ള 200 പ്രതിനിധികളാണ് 2 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മിറ്റിൽ സംബന്ധിക്കുന്നത്. വിവിധ പഠന ചർച്ച സെഷനുകൾക്ക് സാദിഖ് വെളിമുഖ്, അബ്ദുള്ള വടകര, CR കുഞ്ഞു മുഹമ്മദ്, ഡോക്ടർ അബൂബക്കർ, സാബിർ സഖാഫി, TA അലി അക്ബർ, ജാബിർ അലി, ചെമ്പ്രശ്ശേരി, അബ്ദുൾ റഹ്മാൻ സഖാഫി, സിറാജ് മാട്ടിൽ, നിസാർ പുത്തൻപള്ളി, അബ്ദുൾ അഹദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വൈകിട്ട് നടന്ന സെഷനിൽ കേരള മുസ്ലിം ജമാഅത്ത് ജനറൽ സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിം ഖലീൽ അൽ ബുഖാരി മുഖ്യപ്രഭാഷണം നടത്തി. ഇന്ന് നടക്കുന്ന സമാപന സമ്മേളനം സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് E സുലൈമാൻ മുസ്ലിയാർ ഉദ്ഘാടനം നിർവഹിക്കും. ബഹ്റൈൻ റെഡ് ബസ് ഗോ കാർഡും പഴങ്ങളും വിതരണം ചെയ്ത് ലൈറ്റ് ഓഫ് കൈൻഡ്നസ്. ലൈറ്റ് ഓഫ് കൈൻഡ്നസ് നടത്തി വരാറുള്ള സോഷ്യൽ അസിസ്റ്റൻസ് ഡ്രൈവിന്റെ ഭാഗമായി സിത്ര, റിഫാദ് എന്നിവിടങ്ങളിലെ ലേബർ ക്യാമ്പുകളിൽ താമസിക്കുന്ന തൊഴിലാളികൾക്ക് ബഹ്റൈൻ റെഡ് ബസ് ഗോ കാർഡും പഴങ്ങളും വിതരണം ചെയ്തു. ശക്തമായി ചൂടനുഭവപ്പെടുന്ന അടുത്ത 3 മാസക്കാലം വിവിധ ലേബർ ക്യാമ്പുകളിൽ ഗോ കാർഡുകൾ വിതരണം ചെയ്യുമെന്ന് ലൈറ്റ്സ് ഓഫ് കൈൻഡ്നസ് ഭാരവാഹികൾ അറിയിച്ചു. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം, സംസ്ഥാനത്തും കനത്ത ജാഗ്രത, തീരദേശ സുരക്ഷ ശക്തമാക്കി. അതിർത്തിയിലെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കി. സേനാ വിഭാഗങ്ങൾ തീരസുരക്ഷയടക്കം ഉറപ്പാക്കി.
പ്രതിരോധ നടപടികളുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിൽ നിന്നും സൈനിക വിഭാഗങ്ങളിൽ നിന്നും ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കും. ഇതിന്റെ ഭാഗമായി ചീഫ് സെക്രട്ടറി കളക്ടർമാരുടെ യോഗം വിളിക്കും. വ്യോമസേനയും തീരസംരക്ഷണ സേനയും ഡോണിയർ വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഉപയോഗിച്ച് സംസ്ഥാനത്തും നിരീക്ഷണം നടത്തുന്നുണ്ട്. റഡാർ നിരീക്ഷണവും ശക്തമാക്കി. വിഴിഞ്ഞം കൊച്ചി തുറമുഖത്തും കർശന സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. വിഴിഞ്ഞത്ത് പ്രത്യേക റഡാറിന്റെ സഹായത്തോടെയാണ് തീരസംരക്ഷണ സേനയുടെ നിരീക്ഷണം. ഈ വാർത്തയോടുകൂടി BMC ന്യൂസ് മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.